അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തിബ്ബിൽ ഖുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ മർഹബ മർഹബ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 138, 139 ആയത്തുകളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സിബ്ഗത്തല്ലാഹി വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗത്തൻ വനഹ്നു ലഹു ആബിദൂൻ. ഖുൽ അതുഹാജൂനനാ ഫില്ലാഹി വഹുവ റബ്ബുനാ വറബ്ബുക്കും വലനാ അഅ്മാലുനാ വലക്കും അഅ്മാലുക്കും വനഹ്നു ലഹു മുഖ്ലിസൂൻ. സദഖല്ലാഹുൽ അസീം. അർഹമുറാഹിമായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തുപോയ സർവ്വപാപങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ്സ് നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ നോമ്പുകളെയും ബാക്കിയുള്ള എല്ലാ അമലുകളെയും നീ സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, സ്വർഗം നീ ഞങ്ങൾക്കെല്ലാവർക്കും നിർബന്ധമാക്കി തരണേ നരകം നീ ഞങ്ങൾക്കെല്ലാവർക്കും ഹറാമാക്കി തരണേ അല്ലാഹുവേ, നിന്റെ പടപ്പുകളുടെ സർവ്വവിധ ഷർറുകളെ തൊട്ടും നീ ഞങ്ങളെ എല്ലാ പേരെയും കാത്തു രക്ഷിക്കണേ അല്ലാഹു പറയുകയാണ്, സിബ്ഗത്തല്ലാഹി, ഓ ക്രിസ്ത്യാനികളെ, മനുഷ്യരെ, നിങ്ങൾ കൃത്രിമമായി ചായം മുക്കേണ്ടതില്ല. അല്ലാഹു തന്നെ ചായം മുക്കിയിട്ടുണ്ട് കേട്ടോ. എന്താണ് ഇവിടെ പറഞ്ഞതെന്ന് മനസ്സിലായോ? ക്രിസ്ത്യാനികളുടെ ഈ മാമോദീസ കർമ്മം, അതിനെപ്പറ്റി അള്ളാഹു പറയുകയാണ്. പണ്ടേ ഉണ്ട് ഈ മാമോദീസ കർമ്മം. അപ്പം അതിനെപ്പറ്റി അള്ളാഹു പറയാണ്, സിബ്ഗത്തല്ലാഹ്, ഓ ക്രിസ്ത്യാനികളെ, മനുഷ്യരെ, നിങ്ങൾ കൃത്രിമമായി ചായം മുക്കേണ്ടതില്ല. അല്ലാഹു തന്നെ ചായം മുക്കിയിട്ടുണ്ട് കേട്ടോ. വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗതൻ, അല്ലാഹുവിനേക്കാൾ നന്നായി ചായം മുക്കുന്നവനാരുണ്ട്? വനഹ്നു ലഹു ആബിദൂൻ. അതിന് പുറമേ ഞങ്ങൾ അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് മാത്രം കീഴ്പ്പെട്ട് ജീവിക്കുന്നവരും ആകുന്നു. ഖുൽ, നബിയേ, അവരോട് പറയുക, അവരോട് പറഞ്ഞു കൊടുക്കണേ നബിയേ, അതുഹാജൂനനാ ഫില്ലാഹ്, അല്ലാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഞങ്ങളോട് തർക്കിക്കുകയാണോ? വഹുവ റബ്ബുനാ വറബ്ബുക്കും, അവൻ, അതേ അല്ലാഹു, ഞങ്ങളുടെയും നിങ്ങളുടെയും രക്ഷിതാവാണല്ലോ. എന്നിട്ടും നിങ്ങൾ ഞങ്ങളോട് തർക്കിക്കുകയാണോ? വലനാ അഅ്മാലുനാ വലക്കും അഅ്മാലുക്കും. ശരി, ഞങ്ങളുടെ കർമ്മഫലങ്ങൾ ഞങ്ങൾ അനുഭവിക്കും, നിങ്ങളുടെ കർമ്മഫലങ്ങൾ നിങ്ങളും അനുഭവിക്കും. വനഹ്നു ലഹു മുഖ്ലിസൂൻ. പക്ഷേ ഞങ്ങളും നിങ്ങളുമായിട്ട് ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. അത് എന്താണെന്നറിയുമോ? ഞങ്ങൾ അല്ലാഹുവിന് മാത്രം, അതേ അല്ലാഹുവിന് മാത്രം, അതേ അല്ലാഹുവിന് മാത്രം കീഴ്പ്പെട്ട് ജീവിക്കുന്നവരാകുന്നു. ഇനി പൂർണ്ണമായ വിശദീകരണത്തിലേക്ക് നമ്മൾ ആലാപനത്തിലേക്ക് എത്തേണ്ടത്. അഹദോനും
പറയുന്നു മനുഷ്യനെ ഇതാ ഞാനും പരിശുദ്ധ വിധമാണ് ജനിപ്പിച്ചത്, ഞാനും ജനിപ്പിച്ചത്. അഹദോനും പറയുന്നു മനുഷ്യനെ ഇതാ ഞാനും പരിശുദ്ധ വിധമാണ് ജനിപ്പിച്ചത്, അല്ലോ ഞാനും ജനിപ്പിച്ചത്. മനുഷ്യരും ഇതെല്ലാമേ മറന്നാകെ മതിച്ചുവോ, ഇതാ ചായം മനുഷ്യരെ ഇതാ എന്തിന് ചായം പുരട്ടുന്നതേ, ചായം മൂക്കുന്നതേ. മനുഷ്യരും ഇതെല്ലാമേ മറന്നാകെ മതിച്ചുവോ, ഇതാ ചായം മനുഷ്യരെ ഇതാ എന്തിന് ചായം പുരട്ടുന്നതേ, ചായം മൂക്കുന്നതേ. ഓ മനുഷ്യ, നീ അതപ്പതിച്ചു പോയോ? നീ എന്തിനേ മനുഷ്യനെ ചായം പൂശുന്നത്? വലിയ ചായവും പൂശിയാണല്ലോ ഞാൻ എൻ്റെ മനുഷ്യരെ, എൻ്റെ അടിമകളെ ദുനിയാവിലേക്ക് ഞാൻ അയച്ചത്. പിന്നെ എന്തിനേ ഇസ്രായേൽ കൂട്ടമേ, ഓ ക്രിസ്ത്യാനികളെ, നിങ്ങൾ എന്തിനെ വീണ്ടും ചായം ഇടുന്നത്, അവരെ വീണ്ടും ചായം മുക്കുന്നത്? അള്ളാഹു ചോദിക്കുക, ഇതാ ചായം ഇതാ മൂക്കൽ, പടച്ചോനെ കളിയാക്കൽ പരിപാടി ഇത് തന്നെ കളിയാക്കല, അല്ല അല്ലാഹ് കളിയാക്കല. ഇതാ ചായം ഇതാ മൂക്കൽ, പടച്ചോനെ കളിയാക്കൽ പരിപാടി ഇത് തന്നെ കളിയാക്കല, അല്ലാഹ് കളിയാക്കല. അള്ളാഹുവിനെ, ദൈവത്തെ കളിയാക്കുന്ന ഒരു പരിപാടിയാണ് ഈ ക്രിസ്ത്യാനികളുടെ ചായം മുക്കൽ എന്ന് അള്ളാഹു പറയുകയാണ്. ഈ കളിയാക്കൽ കൊണ്ട് അള്ളാഹ്ക്ക് വല്ല പ്രശ്നമുണ്ടോ, നഷ്ടമുണ്ടോ, ലാഭമുണ്ടോ? ഒന്നും. ഇവർക്ക് തന്നെയാണ് നഷ്ടവും ലാഭവുമില്ല. ഇതാ കഷ്ടം ഇവരുടെ നിലപാട്, ഇതാ മൂഢർ അതിനേക്കാൾ വലിയ കഷ്ടം, അല്ലോ വലിയ കഷ്ടം. ഇതാ കഷ്ടം ഇവരുടെ നിലപാട്, ഇതാ മൂഢർ അതിനേക്കാൾ വലിയ കഷ്ടം, അല്ലോ വലിയ കഷ്ടം. മൂഢരേക്കാൾ വലിയ കഷ്ടമാണല്ലോ നിങ്ങളെന്ന് അള്ളാഹു ചോദിക്കുക. മനുഷ്യനും ഇതാ ജന്മം അത് കൊണ്ട് പരിശുദ്ധം, അതിനാലെ അറിയണം ചായം മൂക്കൽ തനിച്ച ഹറാമാണെന്നേ, തനിച്ച ഹറാമാണെന്നേ. മനുഷ്യനും ഇതാ ജന്മം അത് കൊണ്ട് പരിശുദ്ധം, അതിനാലെ അറിയണം ചായം മൂക്കൽ തനിച്ച ഹറാമാണെന്നേ, തനിച്ച ഹറാമാണെന്നേ. അള്ളാഹു പറയുകയാണ്, മനുഷ്യൻ ജന്മം കൊണ്ട് തന്നെ അവൻ പരിശുദ്ധനാണത്രേ. അവനെ പരിശുദ്ധനായിട്ട് മാത്രമാണ് ഏതൊരു ജന്മത്തെയും അള്ളാഹു ഭൂലോകത്തേക്ക് അയച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മേലെ ചായം പൂശുന്നതോ തനിച്ച ഹറാമാണ്. വീണ്ടും അവനെ പരിശുദ്ധനാക്കുക.
പടച്ചോനെ അവനേക്കാൾ ഇതാ ചായം ഇതാ മുക്കാൻ ഇതാ വേറെ ആരുണ്ട് അവനേക്കാളും ചായം മുക്കാൻ അല്ലോ ചായം മുക്കാൻ പടച്ചോനെ അവനേക്കാൾ ഇതാ ചായം ഇതാ മുക്കാൻ ഇതാ വേറെ ആരുണ്ട് അവനേക്കാളും ചായം മുക്കാൻ അല്ലോ ചായം മുക്കാൻ അള്ളാഹുവിനേക്കാൾ ചായം മുക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടോ? ചായം മുക്കി തന്നെയാണല്ലോ അള്ളാഹു മനുഷ്യരെ ലോകത്തേക്ക് അയച്ചത്. ഇനിയൊരു മാമോദീസയുടെ ആവശ്യമില്ല എന്ന് അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ പരിശുദ്ധമായ 2-ാമത്തെ അധ്യായത്തിൽ ഇതാ പറയുകയാണ്. നമ്മൾ ഈ ഖുർആനെയൊക്കെ ഒന്ന് മനസ്സിലായി. ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല ഈ കലാപരിപാടികൾ. അഹദോൻ്റെ ഇതാ കാര്യം അതിലാണോ തർക്കവും നമുക്കെല്ലാം അവൻ തന്നെ ഇലാഹായോവൻ അല്ലാഹ് അവൻ തന്നല്ലാഹ് അല്ലാഹ് അവൻ തന്നല്ലാഹ് അഹദോൻ്റെ ഇതാ കാര്യം അതിലാണോ തർക്കവും നമുക്കെല്ലാം അവൻ തന്നെ ഇലാഹായോവൻ അല്ലാഹ് അവൻ തന്നല്ലാഹ് അല്ലാഹ് അവൻ തന്നല്ലാഹ്. ഇലാഹ് എന്നതിൽ അള്ളാഹു ഇലാഹ് ആണ് എന്നതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. അള്ളാഹു ഞങ്ങളുടെ ഇലാഹ് തന്നെയാണ്. പ്രവാചകനും അനുയായികളും ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഹദോൻ്റെ ഹബീബാരും അവരോട് പറയുന്നു, ഇതാ ഞങ്ങൾ മുസ്ലിങ്ങൾ കീഴ്പ്പെടുന്നു. അല്ലാഹ് അവനെ മാത്രം, അല്ലാഹ് അവനെ മാത്രം. അഹദോൻ്റെ ഹബീബാരും അവരോട് പറയുന്നു, ഇതാ ഞങ്ങൾ മുസ്ലിമീങ്ങൾ കീഴ്പ്പെടുന്നു. അല്ലാഹ് അവനെ മാത്രം, അല്ലാഹ് അവനെ മാത്രം. അള്ളാന്റെ റസൂല ബനൂ ഇസ്രായീൽ കൂട്ടങ്ങളോട് പറയുകയാണ്, അല്ല ബനൂ ഇസ്രായീൽ കൂട്ടങ്ങളെ, ഞങ്ങൾ അല്ലാഹുവിനെ, ഞങ്ങളെന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ, ഞങ്ങളെല്ലാവരും അല്ലാഹുവിനെ മാത്രമാണ് കീഴ്പ്പെട്ട് ജീവിക്കുന്നത് കേട്ടോ. വേറെ ഒരു ശക്തിയും ഈ ലോകത്തോ പരലോകത്തോ ഇല്ല. ഒരേ ഒരു ശക്തി, അത് അല്ലാഹുവാണ്. ആ അല്ലാഹുവിനെയാണ് ഞങ്ങൾ കീഴ്പ്പെട്ട് ജീവിക്കുന്നത്, അവനെ മാത്രമാണ് ഞങ്ങൾ കീഴ്പ്പെട്ട് ജീവിക്കുന്നത് എന്ന് ലോകത്തിൻ്റെ ഗുരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആനെയും കയ്യിലേന്തിക്കൊണ്ട് ബഹുദൈവ വിശ്വാസികളോടും ഇതാ യഹൂദരോടും നസ്രാക്കളോടും അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, അവരെ ഉണർത്തുകയാണ്. കർമ്മത്തിൻ ഫലങ്ങളും അവരോർക്ക് അവർക്കാണ്. ഇതാ നിങ്ങൾ ഇതാ ചെയ്തത് നിങ്ങൾക്കാണ്. യാതൊരു മാറ്റം ഇല്ലേ അല്ലോ, യാതൊരു മാറ്റം ഇല്ലേ. കർമ്മത്തിൻ ഫലങ്ങളും അവരോർക്ക് അവർക്കാണ്. ഇതാ നിങ്ങൾ ഇതാ ചെയ്തത് നിങ്ങൾക്കാണ്. യാതൊരു മാറ്റം ഇല്ലേ അല്ലോ, യാതൊരു മാറ്റം ഇല്ലേ.
വീണ്ടും പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അവരോട് പറയുകയാണ്, നിങ്ങൾ ചെയ്ത കർമ്മഫലങ്ങളുണ്ടല്ലോ അത് നിങ്ങൾക്ക് തന്നെയാണ്. ഞങ്ങൾ ചെയ്ത കർമ്മമോ അതിൻ്റെ ഫലങ്ങളോ അത് ഞങ്ങൾക്കും തന്നെയാണ്. ഇതാ ചെയ്തത് അതിനുള്ള പ്രതിഫലം ഇതാ റബ്ബ് അവനുമേ തരും ഞങ്ങൾക്ക് പ്രതിഫലം തരും ഞങ്ങൾക്ക്. അല്ലാഹ് പ്രതിഫലം തരും ഞങ്ങൾക്ക്. അഹദായ ഇലാഹായ ഇതാ റബ്ബേ വണങ്ങുവാൻ അഹദോനെ കനിയേണം നീ ഞങ്ങൾക്ക് ഉദവി ഇതാ ചെയ്യണേ. അല്ലാഹ് ഉദവി ഇതാ ചെയ്യണേ എന്നും ഉദവി ഇതാ ചെയ്യണേ. അഹദായ ഇലാഹായ ഇതാ റബ്ബേ വണങ്ങുവാൻ അഹദോനെ കനിയേണം നീ ഞങ്ങൾക്ക് ഉദവി ഇതാ ചെയ്യണേ. അല്ലാഹ് ഉദവി ഇതാ ചെയ്യണേ എന്നും ഉദവി ഇതാ ചെയ്യണേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا رب ارحمهما كما ربياني صغيرا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.